ഹലോ ഗായ്സ്, അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോവുകയാണ്. അടുത്ത സീസണിലാണത് 2026-27. ഇന്ന് നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ 3-2 തോൽപ്പിച്ചതോടെ അവർ ചാമ്പ്യൻസ് ലീഗ് സ്ലോട്ട് ഉറപ്പാക്കുകയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് ആയതിനു ശേഷം 2024 ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് മാറുന്നത്. അതിനുശേഷം അവർ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചില്ലായിരുന്നു. 24-25, 25-26 സീസണിൽ അവർ കളിച്ചില്ലായിരുന്നു. ഇന്ന് അവർ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കിയതോടെ 26-27, അതായത് അടുത്ത സീസണിൽ അവർ ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടാൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അവർ ജനുവരിയിലായിരുന്നു റൂബൻ അമോറിമിനെ സാക്ക് ചെയ്ത് ഒരു കെയർ ടേക്കർ മാനേജർ പോലെ മൈക്കൽ കാരിക്കിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ ഇടക്കാലത്ത് 1-2 കളി മങ്ങിപ്പോയിരുന്നു. അതല്ലാണ്ട് അതിന് മുമ്പ് കളിച്ചതും അതിന് ശേഷമുള്ള മത്സരങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അതിഗംഭീര പെർഫോമൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ വിജയത്തോടെ കൂടി അവർ 35 മത്സരങ്ങളിൽ നിന്ന് 18 വിജയവും 10 സമനിലയും 7 തോൽവിയും അടക്കം 64 പോയിന്റാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ലിവർപൂൾ കിടക്കുന്നത്. 35 മത്സരം, 17 വിജയം, 7 സമനില, 11 തോൽവി അടക്കം 58 പോയിന്റാണ് അവർക്കുള്ളത്. അവർ 4ാം സ്ഥാനത്താണ് ഇരിക്കുന്നുള്ളത്. പിന്നെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റത്തിൽ ബെഞ്ചമിൻ സെസ്കോ, തൊട്ടുപിറകിൽ ബ്രൂണോ ഫെർണാണ്ടസ്, മാത്യൂസ് കുഞ്ഞ, പിന്നെ എംബൂമോ, ഇവർ 3 മൈക്കൽ കാരിക്ക് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ലിവർപൂളിനെ നോക്കുകയാണെങ്കിൽ ഗ്യാപ്കോ, തൊട്ടുപിറകിൽ ഫ്ലോറിയാൻ വിഡ്സ്, സബോസ്ലൈ, പിന്നെ ഇന്നും സ്ഥിരമായി ഫുൾ ബാക്കായി കളിക്കുന്ന ഫ്രിംഫാങ്ങിനെയാണ് റൈറ്റ് വിങ് ബാക്കായിട്ട് ഇന്ന് കളിപ്പിച്ചിരുന്നത്. കളി തുടങ്ങി 6ാമത്തെ മിനിറ്റിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് എടുക്കുകയാണ്. മാത്യൂസ് കുഞ്ഞയാണ് ഗോൾ നേടിയത്. പിന്നെ അധികം വൈകാതെ തന്നെ 14ാമത്തെ മിനിറ്റിൽ ബെഞ്ചമിൻ സെസ്കോയും കൂടി ഗോൾ അടിക്കുന്നു. 2-0 പോകുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതേപോലെ ഇടവേള സമയത്തിൽ 2-0 കളിക്കളം വിട്ടത്. പിന്നെ 2ാം പകുതി തുടങ്ങി 2ാമത്തെ മിനിറ്റിൽ തന്നെ സബോസ്ലൈ ഗോളടി തുടങ്ങി വെച്ചു. അവർ മറുപടി ഗോൾ അടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതവർക്ക് ഫലം കണ്ടു. പിന്നീട് 56ാമത്തെ മിനിറ്റിൽ ഗ്യാപ്കോയുടെ കൂടി ഗോൾ വന്നതോടെ മത്സരം സമനിലയിലേക്കായി. പിന്നെ 77ാമത്തെ മിനിറ്റിൽ കോബി മൈനോയുടെ ഗോൾ നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മുന്നിലേക്ക് എത്തിച്ചു. 3-2 എന്ന രൂപത്തിലാക്കി. പിന്നീട് അങ്ങോട്ട് നീക്കങ്ങളൊന്നും നടന്നില്ല. അതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 കളി വിജയിച്ചു. അതോടുകൂടി അവർ നിലവിലെ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തിലാണ്. 35 കളികൾ, 18 വിജയവും 10 സമനിലയും 7 തോൽവി അടക്കം 64 പോയിന്റാണ് അവർക്കുള്ളത്. അതേസമയം ലിവർപൂളിൽ 35 കളി, 17 വിജയം, 7 സമനില, 11 തോൽവി അടക്കം 58 പോയിന്റോടുകൂടി 4ാം സ്ഥാനത്താണ് അവർ ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി വീണ്ടും കാണാം.